friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നഴ്സസ് റിക്രൂട്ട്മെന്റ് അയർലൻഡിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആണോ, നഴ്സിംഗ് ഹോമിൽ വേക്കൻസി ഉണ്ടോ, ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടോ, മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടോ, പീഡിയാട്രിക്കിൽ വേക്കൻസി ഉണ്ടോ, ഇങ്ങനെ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. സോ അതിനെല്ലാം കൂടെ ഒരു റിപ്ലൈ എന്ന നിലയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അയർലൻഡിൽ ഇപ്പോൾ ഒഫീഷ്യലി HSC റിക്രൂട്ട്മെന്റ് ഫ്രീസോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുമാതിരി ഫ്രീസ് പോലെ തന്നെയാണെന്ന് തന്നെ പറയാം. എന്നാൽ റിക്രൂട്ട്മെന്റ്സ് ചെറിയ തോതിൽ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ കൂടുതലും വേക്കൻസീസ് വരുന്നത് CNM പൊസിഷൻ, CNS പൊസിഷൻ, ഡോൺ പൊസിഷൻ, അഡോൺ പൊസിഷനിലേക്കൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്കൊക്കെ വേക്കൻസി ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് കുറച്ച് നഴ്സസിന്റെ വേക്കൻസീസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റിക്രൂട്ട്മെന്റ്സ് കൂടുന്നതും കുറയുന്നതും ഒക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. എന്നാലും മാക്സിമം വേക്കൻസീസ് വരുന്നതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്കറിയാം നഴ്സസ് വേക്കൻസീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഏജൻസീസിന്റെ അണ്ടറിൽ പുതിയതായിട്ട് വേക്കൻസീസ് വരികയാണെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്കത് കമന്റ്സിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പലരും ചോദിക്കുന്നതാണ് നഴ്സിംഗ് ഹോംസിലേക്ക് നഴ്സസിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്റെ വേക്കൻസി ഉണ്ടോ എന്ന്. കൂടുതലും അവർ സെലക്ട് ചെയ്യുന്ന നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NMBA പിൻ നമ്പർ ഉള്ളവരാണ്. അതേപോലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഉള്ളവരെയും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയൊക്കെയാണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ചിലർ റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രോസസ്സിങ്ങിലുള്ളവർ അല്ലെങ്കിൽ DL കിട്ടിയവരുടെയൊക്കെ വേക്കൻസീസ് വരികയാണെങ്കിൽ അതാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ വേറെ പൊസിഷൻസിലുള്ളവർ, അതായത് റേഡിയോളജിസ്റ്റ്, ഫാർമസിസ്റ്റ്, സോഷ്യൽ വർക്കർ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പേഴ്സണൽ മെസ്സേജ് ഇൻസ്റ്റയിൽ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേക്കൻസീസ് ഷെയർ ചെയ്യാറുണ്ട്, എനിക്കറിയാമെങ്കിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒത്തിരി ഫേക്ക് ഏജൻസീസ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ്സിനൊക്കെ വെയിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലുള്ള തട്ടിപ്പുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഇച്ചിരി ഡിലേ ആയാലും തട്ടിപ്പുകളിലൊന്നും വീഴാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. இந்த വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വേക്കൻസീസിനെ കുറിച്ചും ഇൻഫോർമേഷൻസിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.